എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓൾറെഡി ഞാനൊരു കുട്ടികളുടെ കുറിച്ചൊരു വീഡിയോ പറഞ്ഞതുകൊണ്ട് അതേ റിലേറ്റ് ചെയ്ത മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവാം. ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സിനിമ ഓഡിഷൻ, സീരിയൽ ഓഡിഷൻ, ഇങ്ങനെ പല ഓഡിഷനും കുട്ടികൾ റിലേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ എടുക്കാൻ കാരണം വെച്ചാൽ എനിക്കറിയാവുന്ന കുറേ ഓഡിഷനുകൾ കുട്ടികൾ റിലേറ്റഡ് വന്നു. ഏത് ഓഡിഷൻ ആയാലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര, നമ്മളെപ്പോഴും ചെറുപ്പത്തിലേ അവരുടെ ഭാവി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകും അല്ലേ? നിങ്ങൾ കടയിൽ പോയാൽ ഒരു തുണി എടുത്താൽ ആളുടെ തുണിക്കായിരിക്കും ഏറ്റവും വില കൂടുതൽ. ഒബ്വിയസ്ലി കുട്ടികളുടെ തന്നെ. ഏത് പ്രോഡക്റ്റ് എടുത്താലും ടോയ്സ് ആയിക്കോട്ടെ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വില കൂടുതൽ അവരുടെ പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ അവരെന്ത് സാധനം മേടിച്ചാലും ഭയങ്കര വിലയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു നിക്കറും പാൻറ്റും എടുത്താൽ, അല്ല മീൻസ് ഒരു കുഞ്ഞു ഉടുപ്പ് നിക്കറും എടുത്താൽ പോലും നമ്മളൊരു വലിയവരുടെ ഡ്രസ്സ് എടുക്കുന്നതിനേക്കാൾ രണ്ടരട്ടി വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അത്ര കൊടുക്കും. കാരണം നമ്മുടെ ലവ്, സ്നേഹം, അതൊക്കെ കച്ചവടം, ബിസിനസ് തന്ത്രമാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഓഡിഷന് കേൾക്കുമ്പോഴേ, ഇപ്പൊ സീരിയല്, സിനിമ, ഒരു കുട്ടിക്ക് ചാൻസ് ഉണ്ടെന്ന് കേൾക്കുമ്പോഴേ 1000 കുട്ടികളായിരിക്കും ഓഡിഷന് പോകുന്നത് അല്ലേ? ഈ ഓഡിഷന് പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിന്റെ ആയിക്കോട്ടെ, ഇപ്പൊ മോഡലിങ്, അല്ലാത്ത സിനിമ, സീരിയല്, എന്തിന്റെ ഓഡിഷന്, പാട്ടായിക്കോട്ടെ, എന്തിന്റെ ഓഡിഷന് ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കും അല്ലേ? ഈ രജിസ്ട്രേഷൻ ഫീസ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത, ഈ ഫുഡും അക്കോമഡേഷൻ അല്ലെങ്കിൽ ഈ ചെല്ലുന്നതിനോ ചായയും കാപ്പിയൊക്കെ തന്നിട്ടാണേ വേണ്ടല്ല, ഈ രജിസ്ട്രേഷൻ അല്ലാതെ കൂടാതെ ഒരു ഫീസ് കാണും കേട്ടോ. അതിന്റെ പാർട്ടിസിപ്പേഷൻ ഫീസ്, അതിന്റെ എന്തെങ്കിലുമൊക്കെ കാണും. കൂടാതെ ചെല്ലുമ്പോഴേ വരും ഒരു രജിസ്ട്രേഷൻ ഫീസ് 500 പ്ലസ് ഒരു 3000 അല്ലെങ്കിൽ 2000 ആയിരിക്കും ബാക്കി ഫീസ് എന്ന് പറയും. ഇത് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഫീസ് ജസ്റ്റ് പേരൊന്ന് എഴുതി വെക്കുന്നതിനാണ് ഈ രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത്. അതിനൊരു 500 ആയിരിക്കും, അല്ലെങ്കിൽ 1000 ആയിരിക്കും. നമ്മളത് കൊടുക്കും. ഈ 1000 അല്ലെങ്കിൽ 2000 പേര് വരുമ്പം ഈ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് ഇവരുടെ പോക്കറ്റിലേക്ക് പോകുന്ന നോക്കിക്കേ. ഇതുപോലെ നടക്കുന്ന ഒരുപാട് ഓഡിഷനുകളുണ്ട്. കുട്ടികളെയും കൊണ്ട് പോയി നിൽക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന ഈ പൈസ എത്രയാണ് അവർക്കും കിട്ടുന്നത്? ഒരു ചാൻസ് ഒരു കുട്ടിക്കൊക്കെ ആയിരിക്കും, പക്ഷെ ബാക്കി പോകുന്ന അത്രയും പേരൻസിന്റെ പൈസ, അതിനകത്തുനിന്ന് അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇതൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന ഒരു 10 പേരെങ്കിലും ഓഡിഷന് ചാടി പോകുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കുക, ഈ പറയുന്ന രജിസ്ട്രേഷൻ ഫീസ് പ്ലസ് നിങ്ങൾ കൊടുക്കുന്ന ഫീസ് അതൊരു തരം തട്ടിപ്പാണ്. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സീരിയൽ അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ഷൂട്ടിംഗ് നിൽക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോളുക, ഇതൊക്കെ ജെന്യുവിൻ ആണോ എന്ന് ആദ്യം ഒന്ന് അന്വേഷിക്കുക. കാരണം വെച്ചാൽ ആർക്കെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒരു പരസ്യം കൊടുക്കാൻ ചിലപ്പോൾ അവർക്ക് 5000 10,000 ചെലവ് വരുന്നുള്ളൂ. ഇന്ന സ്ഥലത്ത് ഇന്നൊരു ഓഡിഷൻ, ആ റൂം ബുക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒരു 5000 താഴെ ചെലവ് വരുന്നത്. അവർക്ക് എങ്ങനെ പോയാലും ഒരു 20,000 കൊണ്ട് ഒരു അഡ്വർടൈസ്മെന്റും ഒരു ബാക്കി അതിന്റെ സൈഡ് എല്ലാം ഒപ്പിക്കാൻ പറ്റും. ഈ ജില്ലയിൽ അത് കഴിഞ്ഞാൽ അവർ അടുത്ത ജില്ലയിലേക്ക് പോകും. ഈ ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു 1000 പേര് ചെല്ലുവാണെങ്കിൽ അവർക്ക് അത് ഓക്കെ, അവർ ആ ഒരു ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ജില്ലയിലേക്ക് പോകും. ഇങ്ങനെ ഇത് തട്ടിപ്പാണ്. നിങ്ങൾ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കുട്ടികളെയും കൊണ്ട് ഇറങ്ങി പുറപ്പെടാവുള്ളൂ. ഓക്കെ, ടേക്ക് കെയർ.